ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗാലറിയിൽ ഇപ്പോൾ ഒരു 2 മാസത്തോളമായി ഈ ഒരു വീഡിയോ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളിത് എങ്ങോട്ടാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് വെച്ചാൽ, ഉമ്മച്ചി ഉംറക്ക് പോയിട്ട് വരുന്ന ദിവസത്തെ വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 6-6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഉമ്മച്ചിനെ കൂട്ടാൻ പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ബഫക്കീൻ്റെ ട്രാവൽസ് വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മച്ചീൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ എങ്ങനെയെന്ന് വെച്ചാൽ, ഉമ്മച്ചീനെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കൂട്ടാൻ പോകുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൂട്ടാൻ പോവുക ചെയ്തത്. ആദ്യമെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം നല്ല രീതിയിൽ ഉമ്മച്ചീനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചുരത്തിലെത്തിയപ്പോൾ ഒരുപാട് മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കണ്ട് മക്കൾസൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ നോളജ് സിറ്റിൻ്റെ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. എയർപോർട്ട് റോഡ് കയറിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചില്ലല്ലോ, ഇനി നല്ല രീതിയിൽ ലേറ്റ് ആവുമല്ലോ എന്നൊക്കെ ആലോചിച്ചത്. അപ്പം നമ്മൾ ബാക്കിൽ കണ്ടൊരു ഹോട്ടലിലേക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക ചെയ്തത്. ഇവരുടെ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ മറന്നു. ഉമ്മച്ചീനെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് 3 ഒരുപോലത്തെ ഡ്രസ്സ് ബാപ്പച്ചി എടുത്തതാണിത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കല്യാണപുര എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ചിക്കൻ കറി വേണോ? നോക്കാം. ദുബായും ഹയൊക്കെ ഉമ്മച്ചീനെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പ്ലേറ്റ് ഒക്കെ ഇവിടെ എത്തി. പ്ലേറ്റ് വന്നപാടെ ഹയ അവളെ പ്ലേറ്റ് ടിഷ്യൂ വെച്ച് തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊറോട്ടയും മീൻകറിയും അതുപോലെ കടലക്കറിയാണ് പറഞ്ഞത്. അവിടുത്തെ കടലക്കറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ സാധാരണ ഞാൻ പൊറോട്ടയും മീൻകറിയാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കടലക്കറി വെറുതെ ഒന്ന് ഒഴിച്ചു നോക്കിയതാണ്. മക്കൾക്ക് ഹൈക്ക് കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു നോക്കിയതാണ്. പക്ഷേ ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതാ ഞാൻ അബിക്കും ഹൈക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഞാനും കഴിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉമ്മച്ചി ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് എയർപോർട്ടിലേക്ക് പോയി. നമ്മളവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഹയ ഓരോരുത്തരെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ ഉമ്മി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ക്യാബിൻ ക്രൂ ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഉമ്മച്ചീനെയും തസ്ലിനെയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർ ഞങ്ങളെ കാണുന്നില്ല. ഇത് ഉമ്മാമ്മൻ്റെ ആങ്ങളുടെ വൈഫുമാണ്. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ ഉമ്മച്ചീനെയും തസ്ലിനെയും കാണാൻ കട്ട വെയിറ്റിങ്ങിലുള്ളത്. സന്തോഷമുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മാമ്മൻ്റെ കുടുംബമാണ്. ഇവരും ഉമ്മച്ചീൻ്റെ കൂടെ തന്നെ ഉള്ള ആളാണ്. ഇവരൊക്കെ ഇറങ്ങിയിട്ടും ഉമ്മച്ചീനെയും തസ്ലിനെയും മാത്രം കാണുന്നുണ്ടായിരുന്നില്ല. ബാഫയ്ക്ക് ടീം മൊത്തത്തിൽ തന്നെ ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നു ഉമ്മച്ചി തസ്ലിനെയും വന്നത്. അത്രയും ലേറ്റായിട്ടാണ് അവരെത്തിയത്. ഞങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ പെട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ കാണാൻ ഇറങ്ങി വന്നിട്ടുണ്ട്.
ജാങ്ക്യാപ്പ് എത്തിയിട്ടും അവരെത്താത്ത എന്താ നോക്കിയപ്പോൾ എന്താ അവർ ജാങ്ക്യാപ്പനെയും കാത്ത് ഉള്ളിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ജാങ്ക്യാപ്പൻ്റെ സാധനങ്ങളും ഉമ്മച്ചീൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഉമ്മച്ചി 2 ലഗേജൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഉമ്മച്ചി പോയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ഉമ്മച്ചീനെ മിസ് ചെയ്തത് ഹയക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഹയ ഉമ്മച്ചീനെ കണ്ടപ്പോൾ വേഗം അതിലിറങ്ങി ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഇതാ ഓരോരുത്തരെ കെട്ടിപ്പിടുത്തായി, ഉമ്മ വെക്കലായി, കരച്ചിലായി ഒന്നും പറയണ്ടായിരുന്നു. ഉമ്മച്ചി ഇറങ്ങിയതിന് ശേഷം ഉമ്മച്ചിക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹയ, അബി, ദുവ 3 ആളും ഉമ്മച്ചിൻ്റെ കൈയും പിടിച്ച് ഉമ്മച്ചിൻ്റെ ബാക്ക് തന്നെ ആയിരുന്നു. ഇത് നമ്മളങ്ങനെ ലഗേജൊക്കെ വണ്ടികളിലേക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. ഇതാണ് ഗഫൂർ ഉസ്താദ്, ബാഫക്കി ട്രാവൽസിൻ്റെ ഉസ്താദാണിത്. അപ്പോൾ ഇതാ ട്രാവൽസിൻ്റെ വണ്ടിയിലേക്ക് എല്ലാവരും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കൂട്ടാൻ വന്നിട്ടുണ്ട്, ചിലരൊക്കെ ട്രാവൽസിൻ്റെ വണ്ടിയിൽ തന്നെ പോയി അവിടെ വന്ന് കൂട്ടുക ചെയ്യുക. അപ്പോൾ അതാ ഉമ്മച്ചിയും തസ്ലിനും എല്ലാവരോടും യാത്ര പറയും. ഉമ്മച്ചി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിതാ വന്ന എല്ലാ വണ്ടികളിലേക്കും ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വന്നത് ഉമ്മാമൻ്റെ ഖബർസ്ഥാനിലേക്കാണ്. അപ്പം ബാപ്പച്ചിയും ഹിതവും ഹാദിയും കൂടെ ഉള്ളിൽ പോയി, ഞങ്ങൾ പുറത്ത് നിന്ന് ഓതുക ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ മാങ്കാവിൽ എത്തിയിട്ടുണ്ട്, ഉമ്മച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മാമനിതാ എല്ലാവരെയും കാത്ത് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും പായസമൊക്കെ തന്നു. അതുപോലെ അവിടെ ഉമ്മച്ചീനെയും തസ്ലിനെയും കാണാൻ നമ്മുടെ അയൽവാസികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഫുഡ് കഴിക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. മാമനിതാ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. മാമനോട് ഇരിക്കുന്നില്ല ചോദിച്ചപ്പോൾ എല്ലാവരും കഴിക്കാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പെണ്ണുങ്ങന്മാരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടിയൊക്കെ പൊട്ടിച്ച് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.